കാലത്ത് നിന്ന് എണീറ്റപ്പോൾ സിയമോളും ഇത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിയമോളും ഞാനും കൂടിയിട്ടാണ് ഇന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അവളതാ ഉപ്പും പാത്രമൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഞാൻ കറിക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതേ അവൾ വായ കാട്ടി വന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കൊടുത്തു. ഞാൻ എപ്പോഴും തേങ്ങ ഇതുപോലെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ. ഇല്ലാച്ചെങ്കിൽ ആ സമയത്ത് തേങ്ങ ചിരകാനും അതിനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമാവും. ഇന്ന് കാലത്ത് പുട്ടും പിന്നെ കടലക്കറിയാണ് കേട്ടോ. കടലക്കറി മറ്റേ വൈറ്റ് കടലല്ലേ, ആ സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സിയമോൾ അവിടെ ഇരുന്നിട്ട് ഉപ്പായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അവിടെ ഞാൻ വെച്ചിരുന്ന ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഉപ്പ് ഇട്ടിട്ടൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറക്കി. അവൾക്കാണെങ്കിൽ ഇന്ന് കുറച്ച് വാശിയുള്ള ദിവസമായിരുന്നു. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒറ്റയടിക്ക് പുട്ടെല്ലാം ഉണ്ടാക്കി കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ആര്യ എണീറ്റ് വന്നിട്ട് പല്ലേക്കാൻ പോകുമ്പോൾ സിയമോൾക്കും പല്ലേക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രഷ് എടുത്ത് കൊടുത്തതാട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ പല്ലേക്കണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാത്റൂമിൽ പോയിട്ട് പല്ലേക്കിട്ടാ ചെല്ലേ, അമ്മ പല്ലേച്ചരാ. അതില്ല, ഇനി അതില്ല. ഈ കുഞ്ഞു കുട്ടികളെ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യൽ ഒട്ടും എളുപ്പമല്ല കേട്ടോ. നമുക്ക് അവരുടെ കാര്യം നോക്കണം, പിന്നെ ആര്യൻ്റെ കാര്യം നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ ശരിക്കും തലയ്ക്ക് വട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ചില ദിവസങ്ങളിലൊക്കെ ശരിക്ക് നമ്മുടെ കൺട്രോൾ പോവും. ഇതിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. പക്ഷേ നമ്മൾ ശരിക്കും അത് അനുഭവിക്കുമ്പോൾ അറിയാം അതെന്താ അവസ്ഥ എന്നുള്ളത്. പുട്ടൊക്കെ ദേ റെഡി ആയിട്ടോ. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ 4 പുട്ടൊക്കെ സെറ്റായിട്ടുണ്ട് അവിടെ. പിന്നെ ഞാനെന്താ വെള്ളം പിടിച്ച് വെക്കാണ്ടായിരുന്നു. വെള്ളം പിടിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ട് അത് പിടിക്കണം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം തുറന്ന് കളയും, ഇല്ലെങ്കിൽ അതിനൊരു ഒരു സ്മെല്ലുണ്ടാവും. രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ ആര്യനും ദേവട്ടനൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആര്യൻ എന്നോട് എന്തോ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആര്യന് നല്ല ദേഷ്യപ്പെട്ട് മറുപടി കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. സിയമോളുടെ വാശി കാരണം എൻ്റെ കൺട്രോൾ മൊത്തം പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എന്താ ഞാൻ പ്ലേറ്റും ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്കും ഇതാ അവിടെ കയറി ഇരുന്നിട്ട് പ്ലേറ്റും ഇതൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ചായ കുടിക്കണോ. അവരൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ കുളി മാത്രമേ കഴിയാത്തുള്ളൂ. ഇനി എനിക്ക് മീനൊക്കെ നന്നാക്കാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുളിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് അടിച്ചു വാരി ഇടുകയാണ് കേട്ടോ. ഇവിടെ ഈ കൊട്ട പാത്രങ്ങൾ കഴുകണോർത്ത് കാണിക്കണേ. കുറച്ച് ചെമ്മീനും കുറച്ച് അയിലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കുകയാണ് കേട്ടോ. നന്നാക്കുമ്പോൾ എനിക്ക് ദേവൂട്ടനാണ് ക്യാമറയൊക്കെ കൊടുന്ന് വെച്ച് തന്നിട്ടുള്ളത്. പിന്നെ സിയമോളാണെച്ചെങ്കിൽ എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. ആര്യന് ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന എക്സാമാണ്. അപ്പോൾ ഞാൻ ആര്യനോട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. പിന്നെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ട് ഞാനിതാ അയില ഇപ്പോൾ വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മുളകൊക്കെ തേച്ച് വെക്കുകയാണ്. പിന്നെ ചെമ്മീൻ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഡാൻസ് കളിക്കുക